ഞാനുള്ളത് ഇപ്പോൾ നെന്മാറ പൂരം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെന്മാറ പൂരം ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ മുഴുവനായിട്ടൊന്നും എനിക്ക് കാണാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ല ഓൾറെഡി നമുക്ക് ഈ ഒരു പൂരം കാണാൻ. അപ്പോൾ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് നല്ലോണം ആസ്വദിച്ച് പകൽ പൂരം, രാത്രി പൂരം, പുലർച്ചെ വെടിക്കെട്ടെല്ലാം കണ്ട് ഞങ്ങൾ തകർത്ത് തിമിർത്തിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. അപ്പം നമ്മുടെ നെന്മാറ ദേശത്തിൻ്റെ തിടമ്പാന വന്നിട്ട് പുതുപ്പള്ളി കേശവനാണ് കേട്ടോ. അങ്ങനെ അപ്പുറം ഒരുപാട് ആനകളൊക്കെ ഉണ്ട്. നമ്മുടെ വൈലാശ്ശേരി അർജുനുണ്ട്. അങ്ങനെ പല ആനകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരം അവിടെ കണ്ടിട്ട് പിന്നെ ആനകളെല്ലാം കൂടിയിട്ട് നമ്മുടെ അമ്പലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞങ്ങളും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ആനകളെല്ലാം നിരത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പന്തലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കില്ലേ, ഈ പന്തല് നമ്മുടെ നെന്മാറ ദേശത്തെ പന്തലാണ് കേട്ടോ. പന്തലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. വിഷ്വലെല്ലാം എടുത്തിട്ടുണ്ട്, നമ്മളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു തിരക്കുണ്ടല്ലോ, നമ്മൾ നെന്മാറ ദേശത്തെ നെന്മാറ പൂരം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അറിയപ്പെടുന്ന ഒരു പൂരമാണല്ലോ അല്ലേ. ഞാൻ വിശദീകരിച്ചൊന്നും പറയണ്ടല്ലോ, അത്രയും ക്രൗഡുള്ളൊരു പൂരമാണ് ഇവിടെ നമ്മൾ തൃശ്ശൂർ പൂരം കാണുന്നത് പോലെ. പക്ഷേ തൃശ്ശൂർ പൂരം ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ വെടിക്കെട്ടും പിന്നെ അതുപോലെ എവിടെയും നമ്മൾ നിൽക്കുന്നവിടെ ഒരു സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ തിങ്ങി നമ്മൾ നിന്നവിടുന്ന് ആരൊക്കെയെങ്കിലുമൊക്കെ പോയി എത്തിച്ചോളും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ. അത്രമാത്രം തിരക്കാണ്, എവിടെയും നിൽക്കാനുള്ള ഒരു സ്ഥലം കിട്ടില്ല കേട്ടോ. പിന്നെ പാലക്കാടത്തെ ഒരു ചൂട് എന്നൊക്കെ പറയണ്ടല്ലോ, അമ്മാതിരിയാണല്ലോ ചൂട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ വെല്ലങ്കി ദേശത്തെ പൂരമാണ് കേട്ടോ. അവിടെ തിടമ്പാനം നമ്മുടെ രാജനാനയാണ്. പിന്നെ ഞങ്ങൾ ഈ ഒരു കുളത്തിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര പുറത്തൊക്കെ നല്ല ഇടിയും കുത്തൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു തിങ്ങിത്തിരങ്ങിയിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്ര മാത്രം തിരക്കുള്ളത് കൊണ്ട് നമ്മുടെ വെല്ലങ്കി ദേശം അടുത്ത് പോയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ പുലർച്ചെ പൂരം ഞങ്ങൾ അവരോടൊപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ആനകളൊക്കെ കണ്ടാസ്വദിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒത്തിരി പേരെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ക്രൗഡ് കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ വെല്ലങ്കി ദേശത്തെ ആനകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നൊരു സമയം കൂടിയാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ വെല്ലങ്കി ദേശവും നെന്മാറ ദേശത്തെ വെടിക്കെട്ടൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നൊരു സ്പേസ്. നല്ല മഴക്കാറായിരുന്നു എന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ലാഗൊന്നും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വെടിക്കെട്ടിൻ്റെ സമയത്ത് പുലർച്ചെ സമയമാണെങ്കിലും വൈകുന്നേരം സമയത്ത് വെടിക്കെട്ട് നടക്കുന്ന സമയമാണെങ്കിലും നല്ല മഴക്കാറും ഇത്തിരി ചാറ്റൽ മഴയൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളെ ലാഗ് അടുപ്പിക്കാതെ പെട്ടെന്ന് മരുന്നുമണിയൊക്കെ നമുക്ക് നല്ലോണം കണ്ട് ആസ്വദിക്കാൻ പറ്റും. എൻ്റെ മക്കളെ മരുന്നുമണി എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് വെടിക്കെട്ടിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. ഇപ്രാവശ്യമാണ് 2-3 വെടിക്കെട്ട് കണ്ടപ്പോൾ വെടിക്കെട്ട് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ തോന്നിപ്പോയത് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞാൻ ശരിയൊന്നും പറ്റാതെ നല്ലോണം കേട്ട് ആസ്വദിച്ച് എൻ്റെ മക്കളെ ഭയങ്കര വലിയ രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റി. കണ്ടിരിക്കേണ്ട ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു. എല്ലാ ക്യാമറ കണ്ണുകളും ഓപ്പണായിട്ട് അതിലോട്ട് സൂം ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെന്മാറ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം കണ്ട വെടിക്കെട്ടിനേക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയതും ഒത്തിരി സമയം കാണാൻ പറ്റിയതും നെന്മാറ ദേശത്തെ വെടിക്കെട്ടും അതുപോലെ തന്നെ വെല്ലങ്കി ദേശത്തെ വെടിക്കെട്ടും ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ നെന്മാറ പൂരം പകലിനെ കത്തിച്ചൊരു വെടിക്കെട്ടും മഴക്കാറിനെയും മഴയെയും മതിമറന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു വെടിക്കെട്ടും കൂടിയായിരുന്നു കേട്ടോ. വെല്ലങ്കി ദേശത്തെ വെടിക്കെട്ട് കഴിഞ്ഞതും ഒരു സെക്കൻഡ് പോലും കാത്തിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു മഴയുടെ ഒരു കാരണത്താൽ ലാഗ് അടിപ്പിക്കാതെ ഉടനടി നമ്മുടെ നെന്മാറ ദേശം കത്തിച്ചു.
വെല്ലങ്കി ദേശത്തെ വെടിക്കെട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നെന്മാറ ദേശത്തെ വെടിക്കെട്ട് നമ്മൾ സെറ്റ് ചെയ്തത് മാത്രമേ കത്തിക്കാൻ സാധിച്ചുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനകളൊക്കെ അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു രക്ഷയില്ല കേട്ടോ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു വെടിക്കെട്ട് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആൺകുട്ടികളെപ്പോലെ നിന്ന് നമ്മളെപ്പോലെ ആസ്വദിച്ച് നിന്ന് കണ്ടു എന്നുള്ളതാണ് ആനകൾ. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നെന്മാറ ദേശത്തെ വെടിക്കെട്ട് സെറ്റ് ചെയ്തത് മാത്രമേ ഇട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ പുലർച്ചെ പൂരത്തിന് അവരെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നെന്മാറ വേലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പന്തലും വെടിക്കെട്ടും തന്നെയല്ലേ. അപ്പോൾ വെടിക്കെട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. രണ്ടാമത് ഇനി പറയാനുള്ളത് നമ്മുടെ പന്തൽ തന്നെയാണ്. എന്താ ഭംഗി! ഞാൻ ഇതുവരെ കണ്ടതിലും വെച്ച ഒരു വെറൈറ്റി ആയിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. പന്തൽ കത്തിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പലവിടെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണ് മക്കളെ പന്തൽ കത്തിക്കലും പന്തലും എന്നൊക്കെ പറയുന്നത്. അത്രയും ഭംഗിയായിരുന്നു കേട്ടോ പന്തൽ കാണാൻ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് പുലർച്ചെ വെടിക്കെട്ട് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വെല്ലങ്കി ദേശത്തെ അനകളെയും അനക്കാരോടൊപ്പം നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മച്ചാട് അയ്യപ്പൻ്റെ പാപ്പാനാണ്. ചേട്ടൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ചേട്ടനെ നല്ല അടുത്തറിയാവുന്നൊരു ചേട്ടനാണ്. തൊട്ട് മുന്നിലുള്ളത് നമ്മുടെ പട്ടാമ്പി മണികണ്ഠൻ്റെ എല്ലാമായിട്ടുള്ള പ്രസാദേട്ടനും. പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ പ്രസാദേട്ടൻ്റെ മരുമകനാണ് കേട്ടോ, അതായത് ജ്യേഷ്ഠൻ്റെ മരുമകൻ. അങ്ങനെ ഞങ്ങൾ ഈ തിക്കിനെയും തിരക്കിനെയൊക്കെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ വെടിക്കെട്ടിന് വേണ്ടിയിട്ട്, പുലർച്ചെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ, ഒരുപാട് പൂഴിയിട്ടാൽ നിലം തട്ടില്ല എന്നുള്ള രൂപത്തിലാണ് കേട്ടോ തിക്കും തിരക്കും അതുപോലെ തന്നെ ചൂടും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വെടിക്കെട്ടിനെ കാണാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടുവല്ലോ. അപ്പോൾ ഇനിയും അടുത്ത വർഷം ഞങ്ങൾ പൂരം കാണാനും നിങ്ങളെ വെറുപ്പിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.